അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഅഖിബത്തുൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, ദാനധർമ്മങ്ങൾ എല്ലാം നമ്മളിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. ഒരു ചെറിയ ദിക്റാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാനും നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമല്ലോ. അതിനു വേണ്ടി അള്ളാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ദിക്റാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും ഈ ദിക്ർ നിങ്ങൾക്ക് ചെല്ലാം. ഒരു ദിവസം ഏത് സമയമൊന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെല്ലാം. അതായത് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ഈ ഇസ്മ ദിവസവും 450 തവണ ചൊല്ലുക. അത് സുബൈക്ക് ശേഷമാവട്ടെ, ളുഹറിനാവട്ടെ, അസ്റിനാവട്ടെ, മഗ്രിബിനാവട്ടെ, ഇശാഇനാവട്ടെ, നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ ആ സമയത്ത് ഈ ദിക്ർ 450 പ്രാവശ്യം ചൊല്ലുക. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാനും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും ഈ ദിക്ർ, ഈ ഇസ്മ വളരെ അത്യുത്തമമാണ്. ഇത് ചൊല്ലിയാൽ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ ഒക്കെ നീങ്ങിക്കിട്ടും ഇൻഷാ അല്ലാഹ്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.